ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയാലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റൗ ഒക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്റ്റീലിൻ്റെ സ്പൂൺസും അതുപോലെ തന്നെ ഫോർക്കൊക്കെ ഉണ്ടാകും. അത് ഒരുപാട് ഉപയോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരുമാതിരി മങ്ങിയ കളറായി മാറിയിരിക്കും. അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് നല്ല ബ്രൈറ്റ് ആക്കാനുള്ള കടയിൽ നിന്ന് വാങ്ങിയതുപോലെ എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഫോയിൽ പേപ്പർ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാനൊന്ന് വെച്ച് കൊടുക്കാം. പാനിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം ഷുഗറാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചേർത്തെടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫോയിൽ പേപ്പറാണ്. അതും കൂടെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പറും അതുപോലെ തന്നെ ഷുഗറൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു സ്പൂണും ഫോർക്കൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്പൂണും ഫോർക്കൊക്കെ ആ വെള്ളത്തിലേക്ക് ഇട്ട് ആ വെള്ളം ഒന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്പൂണൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാവുന്നതാണ്. സ്പൂണും ഫോർക്കൊക്കെ ഇട്ട് ഞാൻ ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു വെള്ളം തണുക്കുന്ന വരയ്ക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ദാ നമ്മൾ സ്പൂണും ഫോർക്കൊക്കെ ഇട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളം നന്നായിട്ട് ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പൂണും ഫോർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ പുതിയതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ തന്നെ നമ്മുടെ സ്പൂണും ഫോർക്കൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഡ്രൈ കോട്ടൺ തുണിയെടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ സ്പൂണൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ സ്പൂണും ഫോർക്കും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ വീട്ടിലുള്ള സ്റ്റീൽ വെസൽസൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഇതുപോലെ തക്കാളിയൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പം പെട്ടെന്നൊക്കെ ഒരു കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തക്കാളി എടുക്കുന്നതെങ്കിൽ ആ തക്കാളി ഭയങ്കര ബലമായിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയുന്നത്, എടുത്ത് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ തക്കാളി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഹെൽമെറ്റിൻ്റെ മുന്നിലുള്ള ഒരു കണ്ണാടിയൊക്കെ അത് മങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് നല്ല ക്ലീൻ ആക്കി തന്നെ നമുക്ക് ഹെൽമെറ്റിൻ്റെ മുന്നിലുള്ള ഒരു ഭാഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിനീഗറാണ് എടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വിനീഗർ മാത്രം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനീഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വിനീഗറിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഹെൽമെറ്റിൻ്റെ മുൻവശം ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് അഴുക്കും മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി കിട്ടും. എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽമെറ്റിലുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ മങ്ങിയിരിക്കുന്ന ആ ഹെൽമെറ്റിൻ്റെ മുൻഭാഗം നല്ല ക്ലിയർ ആവുക തന്നെ ചെയ്യട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, വിനീഗർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, ആ ഒരു മങ്ങിയിരുന്ന ഹെൽമെറ്റിൻ്റെ മുൻവശമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല വൃത്തിയാവട്ടെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുന്നിലുള്ള ആ ഒരു ഭാഗം. നിങ്ങൾക്ക് കണ്ടാലറിയാം, മുന്നിലുള്ള കണ്ണാടി ഇപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മളെ വീട്ടിൽ ഇതുപോലെ ചോറൊക്കെ നമ്മൾ ബാക്കി വന്ന് നമ്മളത് വീണ്ടും ചൂടാക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലായിരിക്കും ആ ചോറ് മുഴുവനും. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് കൊണ്ട് പെട്ടെന്നൊക്കെ അടി പിടിച്ച ചോറ് നമുക്ക് ആ ഒരു സ്മെല്ലില്ലാതെ ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള ഇതുപോലെ ഒരു സവോള എടുത്ത് ഇതുപോലെ 2 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതുപോലെ ആ ചോറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കരിഞ്ഞ സ്മെല്ല് ചോറിനകത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ വേഗത്തിൽ തന്നെ പോയി കിട്ടും. നമുക്ക് പിന്നീട് ആ ഒരു ചോറ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, കരിഞ്ഞ അടി പിടിച്ച ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീരുന്ന സമയത്ത് ഇൻഡക്ഷൻ സ്റ്റൗവൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്, ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതാ ഇതുപോലെ വറ്റൽമുളകും അതുപോലെ തന്നെ 3 വെളുത്തുള്ളിയുടെ പല്ലുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അയൺ ബോക്സ് നല്ല ചൂടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അയൺ ബോക്സ് ചൂടായതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചുട്ട ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ചുട്ട ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ തന്നെ പപ്പടവും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പപ്പടം ഇതുപോലെ അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ചുട്ട പപ്പടവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അയൺ ബോക്സ് നല്ല ചൂടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചുട്ട വറ്റൽമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് തന്നെ വരും കേട്ടോ. നന്നായിട്ട് ആ ഒരു നല്ല കറക്റ്റായിട്ട് ചുട്ട് കഴിയുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നിർത്താവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ പെട്ടെന്നൊക്കെ ഗ്യാസ് തീരുന്ന സമയത്ത് ഇൻഡക്ഷൻ സ്റ്റവ് ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ എങ്ങനെ ഒരുമാതിരി സോഫ്റ്റ് ആവില്ല, ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പെട്ടെന്നൊക്കെ ഇതുപോലെ നിങ്ങൾക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിവ് പ്രശ്നമുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ചമ്മന്തിപ്പൊടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി. അപ്പോൾ ഇനി നല്ലൊരു ചുട്ട പപ്പടം കൂടെ റെഡിയാക്കി വെച്ച് ചോറും അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തിപ്പൊടിയും ചുട്ട പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പെട്ടെന്നൊക്കെ ഗ്യാസ് തീർന്ന് പോയാൽ ഇൻഡക്ഷൻ സ്റ്റവ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലെ പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഗ്യാസൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ചുട്ട ചമ്മന്തിയുടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.